പ്രിയമുള്ളവരെ, PLT വ്ലോഗ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ലഹരി വിരുദ്ധ കൂട്ടയോട്ടം. ബാനർ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇത് എൻ്റെ ഗ്രാമത്തിൽ, അതായത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ റിയൽ റണ്ണേഴ്സ് എന്ന ക്ലബിന് കീഴിൽ നടന്ന ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള കർശനമായ വാണിംഗുമായി പ്രതിഷേധവുമായി ഒരു കൂട്ടം യുവാക്കൾ അല്ലെങ്കിൽ ഈ ക്ലബ്ബ് മുന്നോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു കാഴ്ച പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനം. വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് ഷെയർ ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ മലബാർ ജിമ്മിൻ്റെ അല്ലെങ്കിൽ ഈ പുത്തനത്താണി പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്ക് കായിക മേഖലയിൽ പരിചയപ്പെടുത്തേണ്ട ഒരു മുഖമല്ല, അങ്ങനെ ഒരു മുഖത്തല്ല നിങ്ങളുടെ മുമ്പിൽ വന്നുള്ളത്. എന്നാലും കുഞ്ഞു, ഇങ്ങനെ നല്ല ഒരു സതുദ്ദേശത്തോടു കൂടെ പൊതുസമൂഹം ഇന്ന് നേരിടുന്ന വലിയ ഒരു ഗുരുതരമായ വിഷയമാണ് ലഹരി മാഫിയക്ക് അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹമാണ് അതിൽ ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആളുകളെ ബോധവൽക്കരിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റിയൽ റണ്ണേഴ്സിന്റെ കീഴിലാണോ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, റിയൽ റണ്ണേഴ്സിന്റെ കീഴിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. കുഞ്ഞുവിന് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പൊതുസമൂഹത്തോട് പറയാനുള്ളത്? അമേരിക്കയിലെ ഏറ്റവും സമ്പന്ന നഗരമായിട്ടുള്ള ലോസ് ആഞ്ചൽസ്, ആ ലോസ് ആഞ്ചൽസിനെ ബാധിച്ചത് ഏറ്റവും ഭീകരമായിട്ടുള്ള രീതിയിലുള്ള കാട്ടുതീ ആയിരുന്നുവെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന പ്രശാന്ത സുന്ദരമായിട്ടുള്ള നമ്മളുടെ കേരളത്തെ ആളിക്കത്തിക്കാൻ പോകുന്നത് രാസലഹരി എന്നുള്ള, ഇന്ന് പല പേരുകളിലായിട്ട് യുവസമൂഹവും വിദ്യാർത്ഥികളും ഒക്കെ പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും രൂക്ഷമായ ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്കെതിരെയാണ് ഏറ്റവും കരുത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ഒരു സമൂഹം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതിലൊക്കെ അപ്പുറം ഈ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുണ്ടാക്കുന്ന ഇത്തരം ലഹരികൾക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളാണ്, ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളതിന് തികച്ചും ഒരു സന്ദേശവും ദിശാബോധവും നൽകാൻ പ്രാപ്തിയുള്ള ഒരു സമൂഹമാണ് ചുങ്കം റിയൽ റണ്ണേഴ്സ്. അവർ വർഷങ്ങളായിട്ട് കായിക മേഖലയിൽ ആരോഗ്യ സംരക്ഷണ രംഗത്തൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിലൂടെ മാത്രമേ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് വരാനും പോകാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം. അതിൽ കൂടെ മാത്രമേ ഇന്ന് ഈ വിദ്യാർത്ഥികൾ അടക്കമുള്ള അല്ലെങ്കിൽ നമ്മളുടെ യുവത ഉൾപ്പെട്ടിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും അവരുടെ മക്കളെ കായിക മേഖലയിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗം എന്ന് പറയുന്നത്. കാരണം ആരോഗ്യം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇതിനെതിരെയുള്ള ഒരു പ്രതിരോധം തീർക്കാനും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇനി വ്യായാമവും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണവുമാവട്ടെ ലഹരി എന്ന ഒരു മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് ചുങ്കം റിയൽ റണ്ണേഴ്സിന്റെ നേതൃത്വത്തിൽ പുത്തൻതാണിയിൽ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ നല്ലവരായിട്ടുള്ള രക്ഷിതാക്കളും ഈ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തി ഞങ്ങളുണ്ടാവും. ഞങ്ങൾ എല്ലാ നിലയിലും ഈ പുത്തനത്താണി ഇന്ന് നമ്മളുടെ കേരളത്തിൻ്റെ നിലവാരത്തോടൊപ്പം തന്നെ ലഹരി ഉപയോഗത്തിൽ പുത്തനത്താണിയുടെ സംഭാവനയും അത്ര ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എല്ലാ മേഖലയിലുള്ള ആളുകൾ, ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളും ഒക്കെ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ ചുങ്കം റിയൽ റണ്ണേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ കണ്ണും കാതും ഇനി മുതൽ ലഹരി മാഫിയക്കെതിരെ, പ്രത്യേകിച്ച് ഇതാ പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പുത്തനത്താണി ബസ് സ്റ്റാൻഡും പരിസരവും ഉൾക്കൊള്ളുന്ന എല്ലാ പ്രദേശങ്ങളെയും കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കും. ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും ലഹരി മാഫിയക്ക് ഓടാനുള്ള കണ്ടം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു. അടുത്തതായിട്ട് അതുകൊണ്ട് പഞ്ചായത്ത് 22-ാം വാർഡ് ജനപ്രതിനിധിയും കൂടിയാണ് സക്കറിയ.
ഇങ്ങനെയുള്ള ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ ഈ മുഖം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എന്താണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും പിന്നെ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാർ കൂടിയായ കുഞ്ഞാക്കയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബാബു സാഹിബ്, റിയൽ റണ്ണേഴ്സിൻ്റെ അമരക്കാരൻ പ്രിയപ്പെട്ട ബാബു സാഹിബ് അടക്കമുള്ള ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഈ നിൽക്കുന്ന, എനിക്ക് തോന്നുന്നത് ഇതിൽ ഇനിയും കുറച്ച് ആളുകൾ കൂടെ ഇതിൻ്റെ കൂടെ ചേരാനുണ്ട്. പഴയ കാലം തൊട്ട് ലഹരിക്കെതിരെ സന്ധിയില്ല പോരാട്ടരംഗത്ത് ഉറച്ചു നിന്നിരുന്ന ഒരു യുവ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. കാലക്രമേണ നേരത്തെ കുഞ്ഞു സാഹിബ് സൂചിച്ച പോലെ എൻ്റെയൊക്കെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ കാലങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരുപാട് കളരിക്കളങ്ങളും ഒരുപാട് കരാട്ടെ ക്ലാസ്സുകളും ഒരുപാട് ഫുട്ബോൾ ഗ്രൗണ്ടുകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ടർഫുകളിലേക്ക് കളികൾ മാറിയെങ്കിലും നല്ല ഒരു പറ്റം ചെറുപ്പക്കാർ ഇത്തരത്തിൽ സ്കൂളിട്ട് വന്നാൽ ബാഗ് വലിച്ചെറിഞ്ഞ് ഗ്രൗണ്ടിൽ ഓടുന്നതിന് പകരം അവർ മറ്റ് ചില മേഖലയിലേക്ക് വഴിതിരിച്ചു വിടുന്ന രീതിയിൽ ഈ ലഹരി മാഫിയ, ഈ വൃത്തികെട്ട സമൂഹം ഇവിടെ വളർന്നു വന്നിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ശക്തമായ ഒരു തുടക്കമാണ് ഇന്ന് റിയൽ റണ്ണേഴ്സ് ഇവിടെ നടത്തിയ ഈ ഒരു കൂട്ടയോട്ടം. ഇതൊരു താക്കീതായിട്ട് ഇവർ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വരും കാലങ്ങളിൽ ഇവിടെ അവർക്ക് നിലനിൽക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിൽ അവർ ഞെരിഞ്ഞമരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇവിടെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അടിവരയിട്ട് പറയുകയാണ്, ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ആദവനാട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നമ്മുടെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇവിടുത്തെ മുഴുവൻ ജനപ്രതിനിധികളും ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നടുക്കുന്ന ഭീകര ദൃശ്യങ്ങളിലേക്ക് നമ്മളുടെ കണ്ണുകൾ ഇനിയും പോവാതിരിക്കാൻ, അത്തരത്തിലുള്ള സമൂഹം ഇവിടെ വളർന്നു വരാതിരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടാണ്. നിങ്ങളോട് വളരെ അഭ്യർത്ഥനയോടുകൂടി സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ചെറിയ തുച്ഛമായ ഒരു വരുമാനത്തിന് വേണ്ടി നിങ്ങൾ ഈ നാടിനെ കൊല്ലരുത്, സ്വന്തം മാതാപിതാക്കളെ കൊല്ലരുത്, സ്വന്തം മക്കളുടെ കഴുത്തറക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട ഈ ലഹരിയിലേക്ക് ഈ തലമുറയെ നിങ്ങൾ തിരിച്ചുവിടരുത്. അത്തരത്തിലുള്ള ഒരു ബിസിനസ്സുകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് ഈ സമൂഹം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ നാടിനെ നശിപ്പിക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു റിയൽ റണ്ണേഴ്സ് സംഘം ഈ ഒരു വലിയ ഒരു കൂട്ടായ്മയായിട്ട് ഇവിടെ വളർന്നു വരും. സ്നേഹത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്, അതിനപ്പുറത്തേക്കുള്ള ഭാഷയും പറയാം. ഈ നാടിനെ, ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ നിങ്ങൾ വന്നാൽ പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനുണ്ടാവില്ല. ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും. അതിമ വരുന്ന എന്ത് പ്രത്യാഘാതങ്ങളും നേരിടാനും തയ്യാറായിട്ട് തന്നെയാണ് മുന്നോട്ട് വന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ റിയൽ റണ്ണേഴ്സ് നടത്തിയ ഈ കൂട്ടയോട്ടത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. താങ്ക് യു. അടുത്തതായിട്ട് ഇപ്പൊ ഇതിലൊക്കെ മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദം ജാതി മത രാഷ്ട്രീയ ഭേദമന്യെന്ന്. അപ്പോൾ ഇനി മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരാളാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനൊന്ന് അതിന്റെ ഒരു മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് മാത്രം ഞാൻ പങ്കെടുത്തതല്ല, അതൊരു നാടിന്റെ വിഷയമാണ് എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് ദൈവം തന്ന ഒരു കഴിവുണ്ട്, ശബ്ദം എന്ന് പറയുന്നത്. അത് ഇത്രയും വിപത്തുക്കൾക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ കൊണ്ടാണ് ഞാനിതിൽ പങ്കെടുത്തത്. ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. അതൊക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ഇതുമായിട്ട് ഇപ്പൊ നേരത്തെ ഈ വാർഡിന്റെ ജനപ്രതിനിധി അതുപോലെ തന്നെ ഈ പ്രദേശത്തുകാരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഇവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഇത് അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു. അത് വലിയൊരു സന്ദേശമാണ്. കാരണം എപ്പോഴും പിന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പുത്തനത്താണി ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് കേന്ദ്രം, ഈ റെയിൽ പിന്നെ ചുങ്കം ഇവിടെ സംഘടിപ്പിച്ച ഇന്നീ പരിപാടി തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുകയും ബസ് സ്റ്റാൻഡിൽ സമാപിക്കുകയും ചെയ്തു. അതുതന്നെ ആദവനാടിനും അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ പലർക്കും പറയാൻ മടിയുണ്ടാകും, പേടിയുണ്ടാകും. ഇതിനെ സംരക്ഷിക്കുന്നതും അധികാരി വർഗമാണ് എന്നതിൽ പറയുന്നതിൽ ഒരു മടിയുമില്ല. കാരണം ഞാൻ ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ OSIയുടെ ചെയർമാനാണ്. അതുപോലെ തന്നെ നിരവധി കാലമായിട്ട് അവിടെ PTA കമ്മിറ്റിയിലും ഇപ്പോൾ അവിടെ SMCയുടെ ചെയർമാനുമാണ്. നമ്മുടെ സ്കൂളിലെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ പിന്നെ ഈ ലഹരിയുമായി വരുന്ന ഒരു ആളുടെ പേര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അത് നോക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ അധികാരി വർഗമുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ പണി അധ്യാപനമല്ല, അത് നിങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞ ആളുടെ ആ പേര് പറയാൻ ഞാൻ റെഡിയാണ്. കാരണം ഈ ഒരു സമൂഹത്തിന് മുമ്പിൽ ഞാൻ ആ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഇവരെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അവരൊക്കെ ആ ഒരു പൊയ്മുഖങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ പച്ചയായി തുറന്നു കാട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണം. ഞങ്ങളുടെ മുൻകഴിഞ്ഞ് പോയ ആളുകൾ ജീവിച്ചതുപോലെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇങ്ങനെ ഉമ്മയെയും ഉപ്പയെയും അച്ഛനെയും അമ്മയെയും പെങ്ങളെയും സഹോദരനെയും തിരിച്ചറിയാത്തൊരു കോലത്തിലേക്ക് ലഹരിയുടെ അതിപ്രസരം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുറ്റുപാട് ഞാനിപ്പോൾ കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബസ് റൂട്ട് ഇല്ലാത്ത ഏരിയകളിലുള്ള വെയിറ്റിംഗ് ഷെഡുകളാണ് ആദ്യം തകർത്തെറിയേണ്ടത്.
കാരണം അവിടെയാണ് ഇതിന്റെ ഒരു കേന്ദ്രം. ബസ് റൂട്ടുകളില്ലാത്ത വെയിറ്റിംഗ് ഷെഡുകളിൽ ഇരിക്കുന്ന രാത്രിയുടെ യാമങ്ങളിലും അത് പട്ടാപ്പകലായാലുമല്ല നട്ടുച്ചക്കായാലുമല്ല അവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ, നമുക്കറിയുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ ഇതിന്റെ പേരിൽ പല, നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചത്, പല ആരോപണങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും നമ്മൾ മറച്ചു വെക്കില്ല. സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് പബ്ലിക്കായിട്ടാണ് പറയുന്നത്. കാരണം ഒരുപാട് കേന്ദ്രങ്ങൾ അങ്ങനെ ഈ ലഹരിക്ക് വേണ്ടി മാത്രം താവളമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ബസ് പോകുന്ന ഇടങ്ങളിൽ കയ്യിൽ നിന്ന് ഇങ്ങനാട് കൂട്ടി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ബസ്സിലുള്ള കണ്ടക്ടർമാർ, ക്ലീനർമാർ കയ്യിലേക്ക് ഇത് മാറിയിട്ട് അവര് സ്കൂളിന്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന സ്ഥിതികൾ, ഇതൊക്കെ പിന്നെ നേർക്കാഴ്ചകളാണ്. എന്തെങ്കിലും പറഞ്ഞു പോവുകയില്ല ഇന്നത്തെ ഈ രാവിലെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ ഒന്നിച്ച് ചുങ്കം റിയൽ റണ്ണേഴ്സ് സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ആശംസകൾ നേർന്നതോടുകൂടെ തന്നെ അവരുടെ കൂടെ ഉണ്ടാകും. നാട്ടിലുള്ള മുഴുവൻ, നേരത്തെ ഇവിടെ ആരോ സംസാരിച്ചു പറഞ്ഞത്, ലഹരിക്ക് അടിമപ്പെടാത്തവർ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാത്തവർ, എൻ്റെ മക്കൾ ആ വഴിയിലേക്ക് പോകരുത്, എൻ്റെ കുടുംബം അതിലേക്ക് പോകരുത്, നാട് അതിലേക്ക് പോകരുത്, ഈ സമൂഹം അതിലേക്ക് പോകരുത് എന്നാഗ്രഹിക്കുന്നവർ ഇങ്ങനത്തെ സംഗമങ്ങളിലും ഇങ്ങനത്തെ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും പങ്കാളികളാവും എന്നുള്ളൊരു സത്യമാണ്. ഇനിയും നമുക്ക് ഇത് വിപുലമായിട്ട്, ഇപ്പൊ നേരത്തെ പ്രിയപ്പെട്ട ബാപ്പു സാഹിബ് പറയുകയായിരുന്നു, നമുക്കിതിന്റെ തുടക്കം ഇതിലും ഉപരിയായി ചെറിയ തോതിലെങ്കിലും ഇതിന്റെ അടിവേർ എവിടെയാണോ അവിടെ കണ്ടെത്തിയിട്ടുള്ള പരിഹാരങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞ നല്ലൊരു മെസ്സേജാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സമയവും ഒക്കെ ചെലവഴിച്ചുണ്ടാകുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ചുങ്കം റിയൽ റണ്ണേഴ്സിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗല്ലി ക്ലബിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യമായി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ചുങ്കം റിയൽ റണ്ണേഴ്സിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കൂട്ടത്തിൽ പറയാനുള്ളത് എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ഈ നമ്പർ എല്ലാവരും സേവ് ചെയ്തേക്കുക. 94 47 8000 ഈ നമ്പറിൽ എക്സൈസ് ഓഫീസറുടെ നമ്പറാണ്. ഇവിടേക്ക് ആര് വിളിച്ച് പറഞ്ഞാലും എന്ത് ചെയ്യില്ല, ഒരു പേരെന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും പുറത്ത് വിടൂല. ആര് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഈ നമ്പറിൽ വിളിച്ച് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചു നോക്കിയാണ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആര് ലഹരി, എവിടെ, എന്ത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് സംശയം കൂടി കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പിടിക്കണ കാര്യം അവർ നോക്കിക്കോളും. അല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ നമ്പറിൽ എക്സൈസ് ഓഫീസർ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, രഹസ്യമാക്കി വെക്കും. വിളിച്ച ആളെ പേര് ഒരു കാരണവശാലും പുറത്ത് വിടൂല. അതുകൊണ്ട് ഈ നമ്പറിൽ എന്ത് ചെയ്യുക, എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത്തരം രഹസ്യമായിട്ട് നമ്മൾ ആരെങ്കിലും ഇത് നമുക്ക് സംശയം കൂടി കഴിഞ്ഞാലും വിളിച്ച് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ രഹസ്യമായിട്ട് ആളെ പിടികൂടാൻ അന്വേഷണം നടത്തും. ആ വിളിച്ച് പറഞ്ഞ ആളെ പേര് ഒരു കാരണവശാലും എന്ത് ചെയ്യൂല, അവർ പുറത്ത് വിടൂല. ആ നമ്പർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. 94 47 8000 ഈ നമ്പർ എല്ലാ യുവാക്കളും ഇല്ല നമുക്ക് സേവ് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ, രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്ത് പിടികൂടും. ഓക്കെ, നന്ദി. ഈ പങ്കെടുച്ച എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു.